ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിങ്സ് ഓഫ് കേരളയിലെ സുഗതകുമാരി എഴുതിയിട്ടുള്ള റെയിൻ അറ്റ് നൈറ്റ് എന്നാണ്. റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മഴ എന്നാണ്. സുഗതകുമാരി രാത്രി മഴ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോവാണ് രാത്രി മഴ ബൈ സുഗതകുമാരി. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വിവർത്തനം ചെയ്തപ്പോൾ റെയിൻ അറ്റ് നൈറ്റ് എന്നാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സുഗതകുമാരിയുടെ തന്നെ സഹോദരിയായിട്ടുള്ള പ്രൊഫസർ ബി ഹൃദയകുമാരിയാണ്. സുഗതകുമാരിയുടെ എൽഡർ സിസ്റ്ററാണ്. അവരും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി, ക്രിറ്റിക്ക്, എഡ്യൂക്കേഷണലിസ്റ്റൊക്കെ ആയിട്ടുള്ള പ്രൊഫസർ ബി ഹൃദയകുമാരിയാണ് രാത്രി മഴ എന്ന് പറഞ്ഞിട്ടുള്ള സുഗതകുമാരിയുടെ കവിത റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്കിയത്. നമുക്ക് പഠിക്കാനുള്ളത് റെയിൻ അറ്റ് നൈറ്റ് ആണ് ബൈ സുഗതകുമാരി. സുഗതകുമാരിനെ കുറിച്ച് നമുക്ക് നോക്കാം കുറച്ചൊക്കെ. സുഗതകുമാരീസ് പോം വൈൽ റിമെയിനിങ് റൊമാൻറ്റിക് ടു ദ കോർ. സുഗതകുമാരിയുടെ കവിതകളിലൊക്കെ നമുക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാം, പല സെൻറ്റിമെൻറ്റ്സ് കാണാം, അതുപോലെ തന്നെ പല വ്യാകുലതകളും കാണാം. എന്തിനെക്കുറിച്ചൊക്കെ ഉള്ളത്? ആൻസൈറ്റികളെ കാണാൻ പറ്റുക, ഫെമിനിസത്തെ പറ്റിയിട്ട്, ഹ്യൂമാനിസം മനുഷ്യത്വത്തെ പറ്റിയിട്ട്, ലവ് ഓഫ് നേച്ചർ പ്രകൃതിയോടുള്ള സ്നേഹത്തെ പറ്റിയിട്ട്, കൺസേൺസ് അബൌട്ട് നേച്ചർ പ്രകൃതിയെ പറ്റിയുള്ള ചിന്തകൾ, വിമൻ, ചിൽഡ്രൻ ആൻഡ് ആദിവാസീസ് ഇവരെയൊക്കെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള വ്യാകുലതകളും ഉത്കണ്ഠകളും സുഗതകുമാരിക്ക് ഉണ്ടായിരുന്നു. എന്തിനൊക്കെ കുറിച്ചിട്ട്? ഫെമിനിസം, ഹ്യൂമാനിസം, ലവ് ഓഫ് നേച്ചർ, കൺസേൺ അബൌട്ട് നേച്ചർ, വിമൻ, ചിൽഡ്രൻ ആൻഡ് ആദിവാസീസും ഇവരെയൊക്കെ പറ്റിയിട്ട് യഥാർത്ഥത്തിൽ ഇവരൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതിനെ പറ്റിയുള്ള വ്യാകുലതകൾ, ഉത്കണ്ഠതകൾ ഒക്കെ സുഗതകുമാരിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് രാത്രി മഴ നമുക്ക് പഠിക്കാനുള്ള റെയിൻ അറ്റ് നൈറ്റ് ഒരു എക്സാമ്പിളാണ്, റൊമാൻറ്റിക് പോയത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഈ ഒരു രാത്രി മഴയിൽ മെയിൻ നമുക്ക് കാണാൻ പറ്റുക ഇത് ഒരു കവിത എഴുതുന്ന നെറേറ്റർ അല്ലെങ്കിൽ ഒരു സ്പീക്കർ. ഈ ഒരു കവിത നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ തീരെ സുഖമില്ലാത്ത ബെഡിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. ആ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നു. അപ്പോൾ ആ ഒരു ബെഡിൽ കിടക്കുന്ന ആ ഒരു സ്പീക്കറുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റുക. സുഖമില്ലാതെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു, പുറത്ത് നല്ല മഴ പെയ്യുന്നു, ആ സമയത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ആസ് ദ നെറേറ്റർ ഈസ് ഹിയറിംഗ് ദ സ്കോർച്ചിങ് ഇൽനെസ് ആൻഡ് സ്ട്രഗ്ലിംഗ് വിത്ത് ആഗണി, ദ റൈറ്റ് നെയിം പാസിഫൈലി കംസ് ടു ഹെർ ഡിലാപ്റ്റേറ്റഡ് ഗ്ലൂമി സിക്ക് ബെഡ്സ്റ്റഡ്. ആ സമയത്ത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സാണ്. ദ നറേറ്റർ നോട്ട് ഓൺലി അഡ്രസ്സസ് ദ റെയിൻ ആസ് എ കംഫർട്ടിംഗ് എക്വിറ്റൻസ് ബട്ട് ഓൾസോ ഐഡൻറ്റിഫൈ ഹെർസെൽഫ് വിത്ത് ദ റെയിൻ. ഈ ഒരു മഴയെ രാത്രിയിൽ ഇങ്ങനെ ഒരുപാട് വേദന സഹിച്ചിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ഒരു മഴ ഒരു ആശ്വാസത്തെന്നലാണെന്ന് പറയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു മഴ അവർ തന്നെയാണ്, സ്പീക്കർ തന്നെയാണ്, സ്വയം ഞാൻ തന്നെയാണ് ഈ ഒരു രാത്രി മഴ എന്നും പറയുന്നുണ്ട്. ദ ടോൺ ഓഫ് ദ പോയം, ഈ ഒരു കവിതയുടെ ടോൺ എന്ന് പറയുന്നത്, പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് അൺഹാപ്പിനെസ് ആണ്. കാരണം ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ആർക്കും സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു അൺഹാപ്പിനെസ്സാണ്, ഒരു സന്തോഷമില്ലായ്മ, ആൻഡ് ഹോപ്പ്ലെസ്നെസ് പ്രതീക്ഷയില്ലായ്മയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു കവിതയുടെ ടോണായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോയം രാത്രിമഴ എന്ന മലയാളം വേർഷൻ ഇംഗ്ലീഷിലേക്ക് റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പ്രൊഫസർ ബി ഹൃദയകുമാരിയാണെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് കേട്ടോ. നമുക്ക് കവിതയിലേക്ക്, പോയത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ മലയാളം കൂടെ ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. സുഗതകുമാരിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ നേടിക്കൊടുത്തൊരു കവിതയാണ് കേട്ടോ അത്, രാത്രി മഴ, ദ റെയിൻ അറ്റ് നൈറ്റ് ബൈ സുഗതകുമാരി. നമുക്ക് നോക്കാം. Rain at night, like some young mad woman, for nothing, weeping, laughing, whimpering, muttering, without a stop, and sitting huddled up, tossing her long hair. ഇവിടെ രാത്രി മഴ എന്തുപോലെയാണെന്നാണ് പറയുന്നത്. റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി മഴ, ലൈക്ക് പോലെ. അപ്പോൾ രാത്രി മഴ എന്തൊക്കെ പോലെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ലൈക്ക് വന്നതുകൊണ്ട് അവിടെ ഒരു സിമിലി ഉണ്ട്. നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് ആയിട്ടുള്ള സിമിലി അവിടെ ഉണ്ടെന്ന് പറയാണ്. ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സിമിലി ആണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അവിടെ ഒരു സിമിലിയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. എന്തൊക്കെ പോലെയാണെന്നാണ് പറയുന്നത്? റെയിൻ അറ്റ് ലൈറ്റ്, ലൈക്ക് എന്തുപോലെ, ഒരു
ഭ്രാന്തിയായ ഒരു യുവതിയെ പോലെ, ഒരു ഭ്രാന്തിയായ ഒരു ചെറുപ്പക്കാരിയെ പോലെയാണ് രാത്രി മഴ. ഒരാവശ്യവുമില്ലാതെ അത് കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വിമ്പർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പിറുപിറുക്കുന്നുണ്ട്. ഒരു സ്റ്റോപ്പും ഇല്ലാതെ, ഒരു അവസാനവും ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഇരിക്കുന്നത് എങ്ങനെയാണ്? ചുരുണ്ടു കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഒരു ബെഡിൽ. മുടി ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഹെയർ അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി മഴേനെ ഇവിടെ എന്തുപോലെയാണ് പറയുന്നത്? രാത്രി മഴ, നിങ്ങൾ ചിന്തിക്കുക, ആ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ കാണാം. രാത്രി മഴ, ഒരു ബെഡിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ഭ്രാന്തിയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്. മുടി അഴിച്ചിട്ടിട്ട് അവരിങ്ങനെ ചുരുണ്ടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. കുനിക്കൂടി ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് അവരിയ്ക്കുന്നത്. അവർ ഒരാവശ്യമില്ലാതെ ചെറുതായിട്ട് കരയുന്നുണ്ട്, വിങ്ങുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, നെടുവീർപ്പ് ഇടുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. ഒരവസാനമില്ലാതെ അവരിതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭ്രാന്തിയാം യുവതിയെ പോലെയാണ് രാത്രി മഴ എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മലയാളം ഭാഗം നോക്കിയേ. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടികളിട്ടലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ ആണ് രാത്രി മഴ. സിമിലിയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റാൻസ് നോക്കിയേ. റെയിൻ അറ്റ് നൈറ്റ്, രാത്രി മഴ. പെൻസീവ് ഡോട്ടർ ഓഫ് ഡസ്കി നൈറ്റ്, ഗ്ലൈഡിങ് സ്ലോലി ലൈക്ക് എ ലോങ് വെയിൽ. രാത്രി മഴ എങ്ങനെയാണെന്നാണ് പറയുന്നത്? എങ്ങനെയാണെന്നാണ് പറയുന്നത്? പെൻസീവ് ഡോട്ടർ ഓഫ് ഡസ്കി നൈറ്റ്. ആ ഒരു രാത്രിയിലെ, ഒരു ഡസ്കി നൈറ്റ്, രാത്രിയിലെ വേദനിക്കുന്നൊരു മകളെ പോലെയാണ് രാത്രി മഴ. ആ ഒരു രാത്രി മഴ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഗ്ലൈഡിങ് സ്ലോലി ലൈക്ക് എ ലോങ് വെയിൽ, ഒരു ലോങ് വെയിൽ പോലെ നീണ്ട ഒരു തേങ്ങൽ, നീണ്ടൊരു തേങ്ങൽ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ആ രാത്രിയുടെ വേദനിക്കുന്നൊരു പുത്രിയാണ് രാത്രി മഴ. ആ ഒരു രാത്രിയുടെ വേദനയുള്ള, വിഷമിക്കുന്നൊരു പുത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചൽ, ഒരു അലർച്ച, അല്ലെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള നിലവിളി നമുക്ക് കേൾക്കാം. നമുക്കറിയാം മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവും അല്ലേ? അപ്പോൾ രാത്രി മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശബ്ദം കൂടും. കാരണം എന്താ? ഭയങ്കര സൈലൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രാത്രിയുടെ ഒരു വേദനിക്കുന്ന ഒരു നിലവിളി പോലെയായിട്ടാണ് അവിടെ രാത്രി മഴേനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാത്രി മഴ മലയാളം നോക്കാം കേട്ടോ. മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലൊഴുകി വന്നെത്തി. അപ്പോൾ ആ രാത്രിയിൽ ഇങ്ങനെ ആ ബെഡിൽ കിടക്കുമ്പോൾ രാത്രി മഴേനെ തോന്നുന്നത് ഒരു നീണ്ട ഒരു നിലവിളി പോലെ തന്നെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഇൻ ടു ദിസ് ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡിങ് ഹെർ കോൾഡ് ഫിംഗേഴ്സ് ത്രൂ ദ വിൻഡോ ആൻഡ് ടച്ചിങ് മീ. അപ്പോൾ ഈ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾക്ക് രാത്രി മഴ എന്ന് പറയുന്നത് രാത്രിയുടെ വേദനിക്കുന്ന മകളായിട്ടാണ് തോന്നുന്നത്. ഒരു നീണ്ട നിലവിളിയുണ്ട്. ആ ഒരു നീണ്ട നിലവിളി, അല്ലെങ്കിൽ ആ ഒരു പിന്നെന്താ ചെയ്യുന്നത്? ആ ഒരു നീണ്ട നിലവിളിയോടുകൂടി രാത്രി മഴ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഈ ഒരു സ്പീക്കറിൻ്റെ അടുത്തേക്ക് അതിൻ്റെ തണുത്ത വിരലുകൾ കൊണ്ട് തൊടാനായിട്ട് ശ്രമിക്കുന്നു ആ ജനവാതിലിലൂടെ എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. രാത്രി മഴ മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലാമൊഴുകി വന്നെത്തി കിളിവാതിൽ വിടവിലൂടെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊട്ടടുന്നീ ശ്യാമമാം ഇരവിൻ്റെ ഗിന്നയാം പുത്രി എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ രാത്രിയുടെ വേദനിക്കുന്നൊരു പുത്രിയാണ്. അതപ്പോൾ ഒരു നിലവിളിയുണ്ട്. ആ നിലവിളിയോടുകൂടി ആശുപത്രിയിലെ കിടക്കയിൽ കിടക്കുന്ന സ്പീക്കറിൻ്റെ അടുത്തേക്ക് ആ ഒരു ജനവാതിലിലൂടെ അതിൻ്റെ തണുത്ത കൈവിരൽ കൊണ്ട് സ്പർശിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് കിടക്കാം. റെയിൻ അറ്റ് നൈറ്റ്, രാത്രി മഴ. വെൻ ഗ്രോൺസ് ആൻഡ് ഷഡേഴ്സ് ആൻഡ് ഷാർപ്പ് വോയിസസ് ആൻഡ് സഡൻ ആംഗ്വിഷ്ഡ് ക്രൈ ഓഫ് എ മദർ ഷേക്ക് മീ ആൻഡ് ഐ പുട്ട് മൈ ഹാൻഡ് ടു മൈ ഇയേഴ്സ്. അപ്പോൾ ആ രാത്രി മഴയുണ്ട്. ആശുപത്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആശുപത്രിയിൽ എന്തായാലും ചിരിച്ചിട്ടുള്ള പൊട്ടിച്ചിരികളൊന്നുമല്ല കേൾക്കുക അല്ലേ? പലരുടെ വേദന, കരച്ചിൽ, അമ്മയുടെ കരച്ചിൽ, അങ്ങനെയൊക്കെ കേൾക്കാം. അതാണ് പറഞ്ഞത് രാത്രി മഴ. വെൻ ഗ്രോൺസ് ആൻഡ് ഷഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുരൾച്ചകൾ, ഞെട്ടലുകളുണ്ട്. ഷാർപ്പുള്ള വോയിസസ് കേൾക്കാം.
അതുപോലെ ഒരമ്മയുടെ പെട്ടെന്നുള്ള കരച്ചിൽ കേൾക്കാം. ഇതൊക്കെ ഷെയ്ക്ക് ചെയ്യാണ് സ്പീക്കറിനെ. ആൻഡ് ഐ പുട്ട് മൈ ഹാൻഡ് ടു മൈ ഇയേഴ്സ്, പറയാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ ചെവി പൊത്തിപ്പിടിച്ചു. ആൻഡ് സോ ടോസിങ് ഓൺ മൈ സിക്ക് ബെഡ് യു ലൈക്ക് എ ഡിയർ വൺ കമ്മിങ് ത്രൂ ദ ഗ്ലൂം വിത്ത് കംഫർട്ടിങ് വേർഡ്സ്. അങ്ങനെ ഞാൻ വേദനിച്ച് വിഷമിച്ച് സിക്ക് ബെഡിൽ ആ ഒരു വയ്യാത്ത കിടക്കയിൽ, ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ യു നീയേ എന്നവിടെ ആരുദ്ദേശിക്കുന്നത്? മഴയനെ, രാത്രി മഴയനെയാണ് അവിടെ പറയുന്നത്. യു ലൈക്ക് എ ഡിയർ വൺ, ഒരു പ്രിയപ്പെട്ടവനെ പോലെ. എഗെയിൻ അവിടെ ഒരു സിമിലിയും കാണാൻ പറ്റും. ഒരു പ്രിയപ്പെട്ടവനെ പോലെ വന്നിരിക്കുകയാണ്. കമ്മിങ് ത്രൂ ദ ഗ്ലൂം, എൻ്റെ വേദനകളുടെ ഉള്ളിലൂടെ നീ വന്നിരിക്കുകയാണ്. വിത്ത് കംഫർട്ടിങ് വേർഡ്സ്, ആശ്വാസ വാക്കുകളുമായിട്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനെ പോലെ വന്നു, പ്രിയപ്പെട്ടവളെ പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ പോലെ നീ വന്നു. ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ അതൊരു സിമിലിക്ക് എക്സാമ്പിളാണ്. നോക്കാം, മലയാളം വേർഷൻ നോക്കാം. രാത്രി മഴ, നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണ സ്വരങ്ങൾ, പൊടുന്നനെയൊരമ്മ തൻ ആർത്തനാദം, ഞാൻ നടുങ്ങിയൻ, പേടിച്ച് ചെവി പൊത്തിയൻ, രോഗശയ്യയിലാണ്, ലുരുണ്ടു തേങ്ങും, വിഷമിച്ചിരിക്കുകയാണ്, അന്ധകാരം ഇരുട്ടാണ്, താശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ. എനിക്ക് ഒരു ആശ്വാസവാക്കായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് ആ സമയത്ത് രാത്രി മഴ. ഞാൻ ഇത്ര വേദനിച്ച് ഒരുപാട് ഞരക്കങ്ങളും ഞെട്ടലുകളും തീക്ഷ്ണ സ്വരങ്ങളൊക്കെ കേട്ട്, കരച്ചിലുകളൊക്കെ കേട്ട് ഞാൻ ചെവി പൊത്തി വേദനിച്ച് എൻ്റെ രോഗശയ്യയിൽ കിടക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനം പോലെ ആശ്വാസവാക്കുമായിട്ട് നീ എത്തി, രാത്രി മഴയോട് പറയാണ്. പിന്നെന്താ പറയുന്നത്? Somebody said, a diseased part can be cut and removed, but what can be done to the poor heart deeply diseased? എന്താ പറയുന്നത് സ്പീക്കർ? എന്താ പറയുന്നത് നമ്മുടെ സുഗതകുമാരി? എന്താ പറയുന്നത്? ആരോ പറഞ്ഞു നമുക്ക് രോഗം ബാധിച്ചൊരു അവയവം എന്ത് ചെയ്യാം? മുറിച്ചു മാറ്റാം. പക്ഷെ നമ്മുടെ രോഗം ഹൃദയത്തിനാണ് ബാധിച്ചതെങ്കിൽ, നമ്മുടെ മനസ്സിനാണ് വേദന അല്ലെങ്കിൽ രോഗം ബാധിച്ചതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മനസ്സിനാണ് വേദനിച്ചതെങ്കിൽ എന്താ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അവയവമാണെങ്കിൽ മുറിച്ചു മാറ്റാമായിരുന്നു, പക്ഷെ ഇവിടെ മനസ്സിനാണ് വേദന സംഭവിച്ചുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെ മലയാളം നോക്കാം. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ? ഒരുപാട് വേദന ബാധിച്ച് രോഗം ബാധിച്ച മനസ്സിനാണെങ്കിൽ അതിനെന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കുക. റെയിൻ അറ്റ് നൈറ്റ്, രാത്രി മഴ. വിറ്റ്നസ് ടു മൈ ലവ് ഹു lulled me to sleep, giving me joy more than the moonlight did. The bright moonlight which in my auspicious nights made me laugh, made me thrill with joy. Rain at night. ഇപ്പം രാത്രി മഴ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ് രാത്രി മഴ? സ്പീക്കറിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ്, രോഗശയ്യയിലാണ്, വേദനിച്ച് കിടക്കുമ്പോഴാണ്. പക്ഷെ പറയാണ് ഈ രാത്രി മഴ എൻ്റെ പ്രണയത്തിനും സാക്ഷിയാണ് എന്നാണ് പറയണത്. രാത്രി മഴ എൻ്റെ പ്രണയത്തിനും സാക്ഷിയാണ്. എന്നെ ഈ രാത്രി മഴ ഒരുപാട് തലോടി ഉറക്കിയിട്ടുണ്ടെന്ന് പറയാണ്. എൻ്റെ ഭാഗ്യമുള്ള രാത്രികളിൽ, സന്തോഷമുള്ള രാത്രികളിൽ എന്നെ ഇത് ഒരുപാട് തഴുകി ഉറക്കിയിട്ടുണ്ട്. എൻ്റെ പ്രണയത്തിന് സാക്ഷിയാണ്, എൻ്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനും സാക്ഷിയാണ് ഈ രാത്രി മഴ. പിന്നെ ഒരു മൂൺലൈറ്റ്, ഒരു എന്താ പറയുക, ചന്ദ്രൻ്റെ ആ ഒരു വെളിച്ചം, ആ ചന്ദ്രൻ്റെ ഒരു വെളിച്ചം സന്തോഷം നൽകുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് രാത്രി മഴ തന്നിട്ടുണ്ട്. ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു നിലാവിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് രാത്രി മഴ തന്നിട്ടുണ്ടെന്ന് പറയാണ്. എൻ്റെ സൗഭാഗ്യമുള്ള രാത്രികൾ അതെന്നെ തലോടി ഉറക്കിയിട്ടുണ്ടെന്ന് പറയാണ്. മെയ്ഡ് മീ ലാഫ്, എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. മെയ്ഡ് മീ ത്രിൽ, എന്നെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട് സന്തോഷം കൊണ്ട്. റെയിൻ അറ്റ് നൈറ്റ്, രാത്രി മഴ എന്ന് പറയാണ്. അപ്പം എൻ്റെ മോശം സമയത്ത് എനിക്കൊരു കംഫർട്ട് മാത്രമല്ല, മോശം സമയത്ത് എനിക്കൊരു കംഫർട്ടായിട്ട് വന്നിട്ടുള്ള എൻ്റെ ഒരു പ്രിയജനം മാത്രമല്ല രാത്രി മഴ, എൻ്റെ പ്രണയത്തിനും എൻ്റെ സൗഭാഗ്യത്തിനും എന്നെ തലോടി ഉറക്കിയിട്ടുണ്ട് രാത്രി മഴ. ഒരു ചന്ദ്രൻ്റെ ഒരു എന്താ പറയുക, ഒരു ചന്ദ്രൻ്റെ ഒരു ചന്ദ്രൻ്റെ നിലാവിന് നൽകുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് രാത്രി മഴ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മലയാളം വേർഷൻ നോക്കാം. രാത്രി മഴ പണ്ടെൻ്റെ സൗഭാഗ്യ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ചു, കുളിർ കോരി അണിയിപ്പിച്ച
വെണ്ണിലാവിനേക്കാൾ പ്രിയം തന്നുറക്കിയോ ദെൻ പ്രേമസാക്ഷി. തന്നുറക്കിയോ ദെൻ പ്രേമസാക്ഷി. എന്നെ ഉറക്കിയിട്ടുണ്ട്, എൻ്റെ പ്രേമത്തിനും സാക്ഷിയാണ് രാത്രി മഴ എന്ന് പറയുകയാണ്. അതാണ് മലയാള വേർഷൻ. പിന്നെന്താ ഇവിടെ പറയുന്നേ? റെയിൻ അറ്റ് നൈറ്റ്. ഇപ്പം രാത്രി മഴ എന്താ ചെയ്യുന്നേ? നൗ വിറ്റ്നസ് ടു മൈ ഗ്രീഫ്. ഇപ്പം എൻ്റെ വേദനകൾക്കും സാക്ഷിയാണ് രാത്രി മഴ. വെൻ ഐ ടോസ് ആൻഡ് ടേൺ ഓൺ മൈ സ്വെൽറ്ററിങ് ബെഡ് ഓഫ് സിക്നെസ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു വേദനിക്കുന്ന എന്താ പറയുക, ആശുപത്രി കിടക്കയിൽ ചൂട് സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ വേദനിക്കുന്ന എൻ്റെ ദുഃഖങ്ങൾക്കും സാക്ഷിയാണ് രാത്രി മഴ എന്ന് പറയാണ്. ഇൻ ദ സ്ലീപ്ലെസ് അവേഴ്സ് ഓഫ് നൈറ്റ്. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, കാരണം വേദനകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾക്കും സാക്ഷിയാണ് രാത്രി മഴ. ആൻഡ് ഫോർഗെറ്റിംഗ് ഈവൻ ടു വീപ്പ്. ഞാനിപ്പോൾ വേദന കൊണ്ട് കരയാൻ പോലും മറന്നു പോവാന്ന് പറയാണ്. അലോൺ സ്ലോലി ഫ്രീസ് ഇൻ ടു സ്റ്റോൺ. ഒരു തണുത്ത് വിറങ്ങലിച്ച ഒരു കല്ല് പോലെ ആയിരിക്കുകയാണ് എൻ്റെ അവസ്ഥ. ആ എല്ലാ അവസ്ഥകൾക്കും, എൻ്റെ എല്ലാ മോശം അവസ്ഥകൾക്കും ഇപ്പോൾ രാത്രി മഴ സാക്ഷിയാണെന്നാണ് പറയുന്നത്. റെയിൻ അറ്റ് നൈറ്റ് നൗ വിറ്റ്നസ് ടു മൈ ഗ്രീഫ്. എൻ്റെ വേദനകൾക്ക് സാക്ഷിയാണ്. വെൻ ഐ ടോസ് ആൻഡ് ടേൺ. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഓൺ മൈ സ്വെൽറ്ററിങ് ബെഡ് ഓഫ് സിക്നെസ്. രോഗശയ്യയിൽ. ഇൻ ദ സ്ലീപ്ലെസ് അവേഴ്സ് ഓഫ് നൈറ്റ്. രാത്രി എനിക്ക് ഉറക്കമില്ല, മണിക്കൂറുകളാണ്. ഫോർഗെറ്റിംഗ് ഈവൻ ടു വീപ്പ്. ഞാൻ കരയാൻ പോലും വിതുമ്പാൻ പോലും മറന്നുപോയി. അപ്പം ഞാനൊരു തണുത്ത് വിറച്ച ഒരു കല്ല് പോലെയാണെന്ന് പറയാണ്. അതിൻ്റെ മലയാളം നോക്കുക. രാത്രി മഴ ഇന്നെൻ്റെ രോഗോഷ്ണ ശയ്യയിൽ വിനിദ്രമായാമങ്ങളിൽ ഇരുട്ടിൽ തനിച്ചു കരയാനും മറന്നു ഞാൻ ഉഴലവേ. ശില പോലെ യുറവേ എൻ ദുഃഖസാക്ഷി. എൻ്റെ ദുഃഖത്തിനും എൻ്റെ പ്രണയത്തിന് സാക്ഷിയായിരുന്നു, സന്തോഷത്തിന് സാക്ഷിയായിരുന്നു. ഇന്ന് എൻ്റെ ദുഃഖത്തിനും രാത്രി മഴ സാക്ഷിയാണെന്ന് പറയാണ്. പിന്നെന്താ അടുത്തൊരു ലാസ്റ്റത്തെ ഒരു സ്റ്റാൻസ് നോക്കുക. ലെറ്റ് മീ ടെൽ യു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സ്പീക്കർ പറയാണ്, ലെറ്റ് മീ ടെൽ യു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ലെറ്റ് മീ ടെൽ യു റെയിൻ അറ്റ് നൈറ്റ്. രാത്രി മഴ ഒരു കാര്യം പറയട്ടെ. ഐ നോ യുവർ മ്യൂസിക്. എനിക്ക് നിൻ്റെ സംഗീതം അറിയാം. രാത്രി മഴയോട് സ്പീക്കർ പറയാണ്, എനിക്ക് നിൻ്റെ സംഗീതം അറിയാം. കൈൻഡ് ആൻഡ് സാഡ്. നിൻ്റെ കനിവും അറിയാം, നിൻ്റെ ദുഃഖങ്ങളും അറിയാം. യുവർ പിറ്റി. നിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ദയനീയാവസ്ഥ അറിയാം. ആൻഡ് യുവർ സപ്രസ്ഡ് റേജ്. നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിട്ടുള്ള ദേഷ്യം അറിയാം. യു ആർ കമ്മിങ് ഇൻ ദ നൈറ്റ്. നിൻ്റെ രാത്രിയിലെ വരവും അറിയാം. മഴയോട് പറയാണ് കേട്ടോ ഇതൊക്കെ. യു ആർ സോബിങ്. നിൻ്റെ നെടുവീർപ്പുകൾ. ആൻഡ് വീപ്പിംഗ്. നിൻ്റെ കരച്ചിലുകൾ. വെൻ ഓൾ അലോൺ. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിൻ്റെ വിങ്ങിയുള്ള നിൻ്റെ വിതുമ്പലും കരച്ചിലും എനിക്ക് അറിയാം. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡോൺ. അത് നേരം വെളുക്കുമ്പോൾ. രാത്രി നീ കരയുന്നു, അതാണ് മഴ അല്ലേ? രാത്രി നീ കരയുന്നു, വിതുമ്പുന്നു. പക്ഷെ പകൽ ഡോൺ ആയുമ്പോൾ നീ എന്താ ചെയ്യുന്നത്? ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ എന്താ ചെയ്യുന്നത്? യു ആർ വൈപ്പിംഗ് യുവർ ഫേസ്. നിൻ്റെ കണ്ണുനീര് നീ തുടച്ചു മാറ്റുന്നു. ആൻഡ് ഫോഴ്സിങ് എ സ്മൈൽ. നിൻ്റെ മുഖത്ത് നിർബന്ധിച്ചൊരു ചിരി നീ കൊണ്ടുവരുന്നു. യു ഹറി. പെട്ടെന്ന് ആ ചിരി നിൻ്റെ മുഖത്ത് നീ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് യു ആർ പുട്ടിങ് ഓൺ എ ആക്ട്. എന്നിട്ട് നീ സന്തോഷമുള്ള പോലെ അഭിനയിക്കുന്നു. ഇതൊക്കെ നീയാണെന്ന് പറയാണ്. രാത്രി മഴ നിൻ്റെ സംഗീതം എനിക്കറിയാം, നിൻ്റെ കനിവ് എനിക്കറിയാം, നിൻ്റെ സംഗീതം എനിക്കറിയാം, നിൻ്റെ പിറ്റി നിസ്സഹായ അവസ്ഥ എനിക്കറിയാം, നിൻ്റെ ഉള്ളിലടക്കിയിട്ടുള്ള രോധം അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിലടക്കിയിട്ടുള്ള ദേഷ്യം എനിക്കറിയാം. നീ രാത്രിയിൽ വരുന്നുണ്ട്, ആരും അറിയാതെ ഒറ്റയ്ക്ക് നീ കരഞ്ഞ് വിതുമ്പുന്നു, അതും ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ്. പകലാവുമ്പോൾ നീ പെട്ടെന്ന് കണ്ണു തുടയ്ക്കുന്നു. സന്തോഷം നിൻ്റെ മുഖത്ത് നീ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നു പെട്ടെന്ന്, എന്നിട്ട് നീ അഭിനയിക്കുന്നു. ഇതൊക്കെ നിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറയാണ് സ്പീക്കർ. രാത്രി മഴ നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് പറയാണ് സ്പീക്കർ. ഇനി ഹൗ ഡു ഐ നോ ഓൾ ദിസ്? നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അതിനുള്ള കാരണം പറയാണ്. മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തെ, ഐ ടു ആം ലൈക്ക് യു. ഞാനും നിന്നെ പോലെയാണ്. അപ്പോൾ സ്പീക്കർ പറയാണ്, ഞാനും നിന്നെ പോലെയാണ്. എനിക്കും സംഗീതമുണ്ട്, എനിക്കും ദയവുണ്ട്, എനിക്കും സങ്കടമുണ്ട്, നിസ്സഹായ അവസ്ഥയുണ്ട്, ഉള്ളിൽ ദേഷ്യമുണ്ട്. ഞാനും പലപ്പോഴും ആരും കാണാതെ രാത്രി വിങ്ങി കരയാറുണ്ട്. പകൽ വേഗം ആ കണ്ണുനീര് തുടച്ചു മാറ്റി സന്തോഷം അഭിനയിക്കാറുണ്ട്.
നീ ഈ കാണിക്കുന്നതൊക്കെ എനിക്കറിയാനുള്ള കാരണം ഞാനും നിന്നെ പോലെയാണ്. മൈ ഫ്രണ്ട്, ഐ ടു ആം ലൈക്ക് യു. നിന്നെ പോലെയാണ് ഞാനും നീ തന്നെയാണ്, നിന്നെപ്പോലെ തന്നെയാണ്. റെയിൻ അറ്റ് നൈറ്റ്, രാത്രി മഴയെന്ന് പറയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ലൈക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്പീക്കർ, എഴുത്തുകാരി രാത്രി മഴ തന്നെയാണെന്നാണ് പറയുന്നത്. സോ സുഗതകുമാരി എഴുത്തുകാരീനെ, അതായത് സുഗതകുമാരിനെ തന്നെ രാത്രി മഴയോട് ഇവിടെ എന്താ പറയുക, ഉപമിച്ചിരിക്കുകയാണ്. സോ അവിടെ സിമിലിയാണ്. അപ്പം അതിൻ്റെ മലയാളം വേർഷൻ നോക്കാം. രാത്രി മഴയോട് ഞാൻ പറയട്ടെ, നിന്റെ ശോകാദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ യലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചലും പുലരി എത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാൻ അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖി, ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ, ഞാനും നിന്നെ പോലെ. ഇപ്പം ഈ ഒരു കവിതയിൽ നമുക്ക് ഒരുപോലെ എന്താണ് സിമിലി കാണാൻ പറ്റും. പിന്നെ ഒരു മെറ്റഫറൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീനെ രാത്രി മഴയോട് തന്നെ ഉപമിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതം രാത്രി മഴ പോലെയാണ്. അവൾ പലപ്പോഴും ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തുന്നു, ആരെയും പുറത്ത് കാണിക്കുന്നില്ല, സന്തോഷം അഭിനയിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ കൂടെ വരുന്ന ഒരു കവിതയാണ് രാത്രി മഴ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോവാണ് രാത്രി മഴ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.